വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ ശാലിനി ആണെങ്കിൽ കാഷ്വാലിറ്റിയുടെ പുറത്ത് വന്ന് നിന്നിട്ട് അരുണയെ ഫോൺ ചെയ്യുന്നുണ്ട്. അന്നേരം അരുണ അവിടെ കുഞ്ഞിനെ നോക്കി സങ്കടപ്പെട്ടിരിക്കുകയാണ്. നല്ല ക്ഷീണമുണ്ടല്ലോ മൂർത്തി മോൾക്ക് എന്നൊക്കെ പറയുമ്പോൾ അത് മരുന്നിൻ്റെ സെഡേഷനാണ്, അത് കഴിയുമ്പോൾ മാറിക്കോളൂ എന്നൊക്കെ പറയുന്നുണ്ട്. ഈ സമയത്താണ് ശാലിനി ഫോൺ ചെയ്യുന്നത്. അന്നേരം ഞാൻ പുറത്തുണ്ട് എന്ന് പറയുമ്പോൾ പിന്നെ ഞാൻ അങ്ങോട്ടത്തേക്ക് വരാമെന്ന് പറഞ്ഞിട്ട് അരുണയാണെങ്കിൽ മൂർത്തിയോട് പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. എന്നിട്ട് ഇപ്പോൾ എങ്ങനെയുണ്ട് മോൾക്ക് എന്ന് ചോദിക്കുമ്പോൾ ട്രിപ്പൊക്കെ ഇട്ട് കിടത്തിയിരിക്കുകയാണ് എന്ന് പറയുന്നുണ്ട്. അന്നേരം എന്താ എന്നെ കാണണമെന്ന് പറഞ്ഞ് സംസാരിക്കണമെന്ന് പറഞ്ഞതെന്നിങ്ങനെ അരുണ ചോദിക്കുന്നുണ്ട്. അന്നേരം ശാരിയേച്ചിയും കുഞ്ഞിനെയും കണ്ടെത്താനായിട്ട് ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്യുന്നതിനെക്കുറിച്ച് ആലോചിക്കാനാണെന്ന് പറയുമ്പോൾ അത് നല്ലത് തന്നെയാണ് അങ്ങനെ ഒരു കേസ് ഫയൽ ചെയ്യുന്നത്, പക്ഷേ അതൊന്നും സംസാരിക്കാനുള്ള മാനസികാവസ്ഥയിലല്ല എന്നിങ്ങനെ പറയുമ്പോൾ ശാലിനി പറയുന്നുണ്ട് ഞാൻ വീട്ടിലേക്ക് വരാമെന്ന് പറയുകയാണ്. അങ്ങനെ കുഞ്ഞിനെ കാണുന്നതുകൊണ്ട് കുഴപ്പമില്ലാതെ ചോദിക്കുമ്പോൾ എന്ത് കുഴപ്പം, നീ വാന്നും പറഞ്ഞുകൊണ്ട് പിന്നെ ശാലിനിയെ വിളിക്കുകയാണ്. ഈ സമയത്ത് ഇവർ കാഷ്വാലിറ്റിയുടെ ഫ്രണ്ടിൽ നിന്ന് സംസാരിക്കുന്നതാണെങ്കിലും ശാരിക ഇങ്ങോട്ട് വരുമ്പോൾ കാണുന്നുണ്ട്. അന്നേരം ഈ ഓട്ടോക്കാരൻ ശാരികയെ തിരക്കി നടക്കുകയാണ്. ശാരിക ശാലിനിയും അരുണയും തമ്മിൽ സംസാരിക്കുന്നുണ്ട്, അങ്ങോട്ട് മാറി നിൽക്കുകയാണ്. എൻ്റെ കുഞ്ഞിനെ ഇവൾ എന്നിൽ നിന്നും അകറ്റി, ഇനിയിപ്പോൾ ഈ കുഞ്ഞിനെ അകറ്റുമോ എന്നൊക്കെ ആലോചിച്ച് ശാലിനിയുള്ള ദേഷ്യം തന്നെയാണ് അവിടെ ശാരികയ്ക്കും. എന്നിട്ട് ഇങ്ങനെ മാറി നിൽക്കുകയാണ്. തുടർന്ന് ശാലിനിയാണെങ്കിൽ അരുണയും കൂടി കാഷ്വാലിറ്റി കയറുന്ന നേഴ്സ് ഇറങ്ങി വരുന്നുണ്ട്. അന്നേരം പറയുന്നുണ്ട് കാഷ്വാലിറ്റിയിൽ വിസിറ്റേഴ്സ് ബൈസ്റ്റാൻഡർ അല്ലാതെ വിസിറ്റേഴ്സ് അലൗഡ് അല്ല എന്നിങ്ങനെ പറയുമ്പോൾ അരുണ പറയുന്നുണ്ട് ഇത് ഇവിടുത്തെ കളക്ടറാണ് എന്നുള്ളത്. അന്നേരം നേഴ്സ് സോറി മാഡം കയറിക്കോളൂ എന്ന് പറയുകയാണ്. ഞാൻ ഇവിടുത്തെ ഒരു നിയമം പറഞ്ഞതേ ഉള്ളൂ എന്ന് പറയുമ്പോൾ അത് സാരമില്ല, ഞാനായിട്ട് ഇനി നിയമം തെറ്റിക്കണ്ട എന്ന് പറയുമ്പോൾ നേഴ്സ് വീണ്ടും സോറിയൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് അവരങ്ങ് പോവുകയാണ്. അന്നേരം അരുണയോട് ശാലിനി പറയുന്നുണ്ട് ഇനി അതൊരു പ്രശ്നം വേണ്ട, ഞാൻ എന്തായാലും നാളെ വീട്ടിൽ വരുമല്ലോ, അപ്പോഴും മോളെ കണ്ടോളാം എന്നിങ്ങനെ പറയുകയാണ്. തുടർന്ന് ശാലിനിയാണെങ്കിൽ അപ്പോൾ കുഞ്ഞിനെ കാണുന്നില്ല. അതിനുശേഷം ശാലിനിയാണെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിഞ്ഞ റിസപ്ഷൻ ആ സ്ഥലത്തേക്ക് വരുമ്പോൾ അവിടെ വെച്ച് ആ പഴയ ഒരു ഡോക്ടർ ധന്യ ഉണ്ടല്ലോ, ധന്യ ഡോക്ടറെ കാണുന്നുണ്ട്. അതിന് ഡോക്ടർ എന്താ ഇവിടെയും ചോദിക്കുമ്പോൾ ഞാൻ ട്രാൻസ്ഫർ ചോദിച്ചു മേടിച്ച ട്രാൻസ്ഫറാണ്, ഒരാഴ്ചയായുള്ള ഇങ്ങോട്ടത്തേക്ക് വന്നിട്ട് എന്നൊക്കെ പറഞ്ഞ ഒരു കാര്യങ്ങളൊക്കെ പിന്നെ രണ്ട് മക്കൾക്കും സുഖമല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. വിഷ്ണുവിൻ്റെ കാര്യം ഡോക്ടർക്ക് അറിയില്ല എന്ന് തോന്നുന്നു. അന്നേരം കുറച്ചൊക്കെ ഫാമിലി ഇഷ്യൂസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ശാലിനി ഇങ്ങനെ സംസാരിക്കുകയാണ്. അവർ സംസാരിക്കുന്നുണ്ട്. അന്നേരം ഇവർ രണ്ടുപേരും കൂടി അവിടെ ഒന്ന് സംസാരിക്കുന്നത് കണ്ടുകൊണ്ട് ശ്യാമയാണെങ്കിൽ വരുന്നുണ്ട്. അന്നേരം ശ്യാമ ഈ ഡോക്ടറെ കണ്ട് ശ്യാമയ്ക്ക് മനസ്സിലാവുന്നുണ്ട് മുൻപ് ശാലിനിയുടെ ഡെലിവറി നടത്തിയ ഡോക്ടറാണെന്നുള്ളതും പിന്നീട് ശ്യാമയുടെ കയ്യിലേക്ക് കുഞ്ഞിനെ കൊണ്ട് കൊടുത്തതൊക്കെ ഇങ്ങനെ ഓർമ്മിക്കുന്നുണ്ട്. അന്നേരം ശ്യാമ വരുന്നത് ഈ രാഘവൻ നായരെ ഡോക്ടറെ കാണിച്ചിട്ടാണ് വരുന്നത്. അന്നേരം രാഘവൻ നായർ അവിടെ വീണ്ടും ദേഷ്യപ്പെടുകയാണ്. ആശുപത്രി വന്ന ഒരു ദിവസം പോയി വീട്ടിലെങ്ങാണ് ഇരുന്നാൽ മതിയായിരുന്നു എന്ന് പറയുമ്പോൾ വീട്ടിലേക്ക് ചെന്നിട്ട് എന്തിനാ സാറേ അവിടെ പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ലല്ലോ എന്നും പറഞ്ഞ് പോവാമെന്നും പറഞ്ഞ് പിള്ള പറയുമ്പോൾ ബഹളം ഉണ്ടാക്കുകയാണ്. അന്നേരം രാഘവൻ നായരോട് പിള്ളയോട് പറയുകയാണ് അച്ഛനെയും കൊണ്ട് അങ്ങോട്ടത്തേക്ക് ഞാൻ ഫാർമസിയിൽ പോയി മരുന്ന് വാങ്ങിച്ചിട്ട് വരാമെന്ന്. അങ്ങനെ ശ്യാമ വരുമ്പോഴാണ് ഈ ഡോക്ടറും ശാലിനിയും കൂടി അവിടെ നിന്ന് സംസാരിക്കുന്നത് കാണുന്നത്. അന്നേരം ഡോക്ടർ അങ്ങ് ശരി കാണാമെന്നൊക്കെ പറഞ്ഞിട്ട് പോവുകയാണ്. തുടർന്ന് ശാലിനി ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ ശ്യാമയെ കാണുന്നുണ്ട്. അന്നേരം ശ്യാമ അങ്ങോട്ടത്തേക്ക് ചെല്ലുകയാണ്. ശ്യാമയാണെങ്കിൽ ഒരു പരിഹാസ രൂപമായിട്ടാണ് ശാലിനിയുടെ മുന്നിലേക്ക് ചെല്ലുന്നത്. നീ എന്താ എവിടെയും ചോദിക്കുമ്പോൾ എന്നെ ഇവിടെ ഒട്ടും പ്രതീക്ഷിച്ചല്ലേ, പഴയ ഡോക്ടറെ തന്നെ കാണാൻ വന്നതായല്ലേ, എന്തായാലും രഹസ്യം പുറത്തായല്ലോ എന്ന് പറയുകയാണ്. അന്നേരം എന്ത് രഹസ്യം എന്നിങ്ങനെ ശാലിനി ചോദിക്കുമ്പോൾ അല്ല പഴയ ഗൈനക്കോളജിസ്റ്റിനെ തന്നെ കാണാൻ വന്നതാണല്ലോ, അതെന്തായാലും നന്നായി എന്ന് പറയുകയാണ്. അന്നേരം എനിക്ക് മനസ്സിലായില്ല എന്നിങ്ങനെ പറയുമ്പോൾ ഒന്നും മനസ്സിലാത്ത പോലെ അഭിനയിക്കുകയാണല്ലേ, പുതുമോടിയല്ലേ, ഇനി ഒന്നും മനസ്സിലായില്ലെങ്കിലും ഒന്നുകൂടി തെളിച്ച് പറയാം, പുതിയ ഭർത്താവിൻ്റെ കുഞ്ഞ് പിന്നെ രൂപപ്പെട്ടു അല്ലേ, ഇപ്പോൾ എത്ര മാസമായി എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ശാലിനിക്ക് അങ്ങ് കലി കയറുകയാണ്. ശാലിനി അടിക്കാൻ എന്നോണം ശ്യാമയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. എന്നിട്ട് ഇതൊരു ഹോസ്പിറ്റലാണ്, ഇല്ലെങ്കിൽ നിൻ്റെ കരണം അടിച്ച് പൊളിച്ചേണേ എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം ശ്യാമ പറയുകയാണ് അതെ അടിയും കൊണ്ട് നിൽക്കാൻ പഴയ ശ്യാമ ഒന്നുമില്ല, ആൾ മാറിപ്പോയി, തിരിച്ചങ്ങോട്ട് ഞാൻ വച്ച് തരും എന്നിങ്ങനെ പറയുകയാണ്. എന്തായാലും കൊള്ളാം, സത്യമ്മ പറയുന്നതിൽ ഒരു തെറ്റുമില്ല, വിഷ്ണുവേട്ടൻ്റെ മരണത്തിൽ നിങ്ങൾക്കും കാര്യമായ പങ്കുണ്ട്, എന്നാലും എങ്ങനെ പണ്ട് ശാലിനി കളക്ടർ എൻ്റെ ചേച്ചിയാണെന്ന് പറയുന്നതിൽ എനിക്കൊരു അഭിമാനമായിരുന്നു, പക്ഷേ ഇപ്പോൾ നിങ്ങളെ കാണുന്നത് പോലും എനിക്ക് അറപ്പും വെറുപ്പുമാണ്, ഇങ്ങനെ ഒരു വിഷവത്ത് എങ്ങനെ എൻ്റെ അമ്മയുടെ വയറ്റിൽ വന്ന് കുരുത്തു എന്നിങ്ങനെ പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ്. ശാലിനി അങ്ങ് ദേഷ്യം കടിച്ചമർത്തുകയാണ്. എന്നിട്ട് പറയുന്നത് കഴിഞ്ഞോ നിൻ്റെ പറച്ചില്ലെന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ് നീ എങ്ങനെ, അതിനു മുന്നേ നീ ഒന്ന് ആലോചിക്കണം, നീ എങ്ങനെ ഇവിടം വരെ എത്തി എന്നുള്ളത് നീ ആലോചിക്കണം, എൻ്റെയും ശാരികേച്ചിയുടെയും കഷ്ടപ്പാട് കൊണ്ട് തന്നെയാണ് നീ വളർന്നതും പഠിച്ചതും ഒക്കെ, ഇളയ കുട്ടിയായതുകൊണ്ട് രാജകുമാരി പോലെ തന്നെയാണ് കല്യാണത്തിന് മുന്നേ നിന്നെ വളർത്തിയിരുന്നതും ഒക്കെ, എന്നിട്ട് അതിന് കല്യാണത്തിന് ശേഷം രോഹിത്തുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ നീ കാണിച്ചു കൂട്ടിയത് എന്താണെന്ന് നിനക്ക് ഓർമ്മയുണ്ടല്ലോ, ഒന്ന് മനസ്സിലെത്തി ചിന്തിച്ച് നോക്ക്, എൻ്റെ ജീവിതം മറന്നിട്ട് തന്നെയാണ് നിന്നെ ഞാൻ സഹായിച്ചത്, ഞാൻ അങ്ങനെ സഹായിച്ചില്ല എന്നുണ്ടെങ്കിൽ നീ
ഇങ്ങനെ നിൽക്കില്ലായിരുന്നു, എവിടം വരെ എത്തി നീ എന്നൊന്നിങ്ങനെ തിരിഞ്ഞ് നോക്കുമെന്ന് പറയുകയാണ്. നീ നേരത്തെ പറഞ്ഞല്ലോ വിഷവിത്ത് എന്നുള്ളത്, ഈ വിഷവിത്ത് ഉള്ളത് കൊണ്ട് തന്നെയാണ് നീ ഇങ്ങനെ നിവർന്ന് നിൽക്കുന്നത് എന്നിങ്ങനെയൊക്കെ പറയുമ്പോഴും ശ്യാമ മിണ്ടാതെയൊക്കെ നിൽക്കുന്നുണ്ട്. പക്ഷേ ആകെ ദേഷ്യത്തിൽ തന്നെ നിൽക്കുകയാണ്. എന്നിട്ടും പറയുകയാണ്, ഞാൻ നിങ്ങളുടെ പിന്നെ കളക്ട്രേറ്റിലേക്ക് വരുന്നുണ്ട്, അത് കളക്ടർ ചേച്ചിയെ കാണാനൊന്നും അല്ല, എൻ്റെ ശാരി ചേച്ചിയും കുഞ്ഞിനെയും കണ്ടുപിടിച്ച് തരാത്തല്ല ഞാൻ അവിടെ കുത്തിയിരിപ്പ് സത്യാഗ്രഹം തന്നെ നടത്തും, നിങ്ങളെ മാനം കെടുത്തും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. ഒരു ഹോസ്പിറ്റലിലാണെന്നുള്ളത് സ്വന്തം ചേച്ചിയാണെന്ന രീതി പോലും ഇല്ലാതെ വായിൽ തോന്നിയതൊക്കെ ശ്യാമയെ വിളിച്ച് പറയുകയാണ്. അന്നേരം ഇത് കേട്ടുകൊണ്ട് രാഘവൻ നായർ വരുന്നുണ്ട്. അന്നേരം എന്താ ശ്യാമ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അന്നേരം മോളെന്താ ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കുഞ്ഞ് ഇവിടെ അഡ്മിറ്റാണ്, കാഷ്വാലിറ്റിയാണ്, കാണാൻ വന്നാണെന്ന് പറയുമ്പോൾ ശ്യാമ പറയുകയാണ്, ഓ സത്യം കള്ളങ്ങൾ പറഞ്ഞേൽപ്പിക്കാനായിട്ട് എന്തൊരു സാമർഥ്യം എന്നിങ്ങനെ പറഞ്ഞ് വീണ്ടും ശ്യാമ കളിയാക്കുകയാണ്. അന്നേരം ശാലിനിക്ക് ദേഷ്യം ഇരച്ച് കയറുന്നുണ്ട്, പക്ഷേ ക്ഷമിച്ച് നിൽക്കുകയാണ്. എന്നിട്ടും പറയുന്നുണ്ട് ഇതൊരു ഹോസ്പിറ്റലിലാണെന്ന് പറയുമ്പോൾ ഒളിവും മറയും ഒന്നും ഒളിച്ചു വയ്ക്കാനൊക്കെ ഉള്ളവർക്ക് എന്തൊരു സ്ഥലമൊന്നും ഒരു ഇതല്ലല്ലോ, പ്രശ്നമല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ശ്യാമ പറയുന്നുണ്ട്. എന്നിട്ട് രാഘവൻ നായർ ചോദിക്കുകയാണ്, നീയും വിഷ്ണുവും മക്കളും എന്താ വീട്ടിലേക്ക് വരാത്തത്, നമുക്ക് പഴയതുപോലെ ഒരു കുടുംബം പോലെ കഴിയാം മോളെ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ശ്യാമ പറയുകയാണ്, ഓ ഇനി പുന്നാര മരുമോളെ വലതുകാലം വെച്ച് വീട്ടിലേക്ക് ആനയിക്കാത്തതിൻ്റെ കുറവേ ഉള്ളൂ, അങ്ങനെ അച്ഛൻ ഇവരെയൊന്നും വിശ്വസിക്കാനായിട്ട് കൊള്ളൂല, അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ഞാനും സത്യാമ്മയായിരിക്കും ആദ്യം അവിടെ നിന്ന് ഇറങ്ങുന്നത് എന്നിങ്ങനെ പറയുമ്പോൾ നീ മിണ്ടാതിരിക്കുന്നൊക്കെ പറഞ്ഞ് രാഘവൻ നായർ ആ കമ്പൊക്കെ പൊക്കുന്നുണ്ട് അടിക്കാനെന്നോണം. എന്നിട്ട് ശാലിനി പറയുന്നുണ്ട്, എന്നിട്ട് ശാലിനിയുമായിട്ട് സംസാരിക്കുന്നതൊന്നും ശ്യാമയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. എന്നിട്ട് പിള്ളയോട് പറയാണ്, പിള്ളച്ചേട്ടാ അച്ഛനെയും കൊണ്ടുപോകാൻ ഞാൻ ഫാർമസി കാണുമെന്ന് പറഞ്ഞിട്ട് ശ്യാമ ദേഷ്യപ്പെട്ടങ്ങ് പോവുകയാണ്. എന്നിട്ട് രാഘവൻ നായർ ഇങ്ങനെ സങ്കടത്തോടെ നോക്കുകയാണ്. അന്നേരം ശാലിനി പറയുന്നുണ്ട്, വരാ അച്ഛ, പ്രശ്നങ്ങളൊക്കെ പെട്ടെന്ന് തീരും, പിന്നെ അവളെ പിന്നെ പിണക്കണ്ട, ഇപ്പോൾ അച്ഛൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് അവളല്ലേ, അതും കൂടി ഇല്ല എന്നുണ്ടെങ്കിൽ ആ സങ്കടം കൂടി ഞാൻ കാണേണ്ടി വരില്ലേ, വരാ അച്ഛ എന്നിങ്ങനെ പറഞ്ഞിട്ട് ശാലിനി അങ്ങ് പോവുകയാണ്. അന്നേരം രാഘവൻ നായർ ഇങ്ങനെ വിഷമത്തോടെ നോക്കുകയാണ്. പിള്ളയോട് പറയുന്നുണ്ട്, എങ്ങനെ കഴിയേണ്ടതാണ്, അവളുടെ കാര്യം വളരെ കഷ്ടമാണെന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നുണ്ട്. അതേസമയം അവിടെ കുഞ്ഞിൻ്റെ ട്രിപ്പ് കഴിയുന്നുണ്ട്. അന്നേരം നഴ്സിനോട് പറയേണ്ടതിന് മൂർത്തി പറയുമ്പോൾ നഴ്സ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അന്നേരം അരുണ പറയുന്നുണ്ട് ട്രിപ്പ് കഴിഞ്ഞു, അന്നേരം മാറ്റാമെന്ന് പറഞ്ഞിട്ട് ബില്ല് കൊടുക്കുകയാണ്. ബില്ലടച്ചിട്ട് നിങ്ങൾക്ക് പോകാമെന്ന് പറയുമ്പോൾ മരുന്നിൻ്റെ ബില്ലടയ്ക്കേണ്ടതെന്നൊക്കെ അരുണ ചോദിക്കുകയാണ്. അന്നേരം അതൊക്കെ ഫാർമസിയിൽ അടച്ചാൽ മതി നഴ്സ് പറയുന്നുണ്ട്. ഈ സമയത്താണ് പുറത്ത് പിന്നെ ആ കാഷ്വാലിറ്റിയുടെ ഫ്രണ്ടിൽ തന്നെ ശാരിക ഓടി വരുന്നുണ്ട്. എന്നിട്ട് നഴ്സിനോട് ചോദിക്കുകയാണ്, അരുണ വക്കീലിൻ്റെ മോള് ഇവിടെയല്ലേ, ഞാനാണ് കുഞ്ഞ് നോക്കുന്നതെന്ന് കയറി കണ്ടോട്ടെ ചോദിക്കും. ആ കണ്ടോളാനായിട്ട് അവർ പറയുന്നുണ്ട്. ശാലിനിയെ കടത്തിവിടാനായിരുന്നു പ്രയാസം, ഇതിപ്പോൾ ശാരികയ്ക്ക് കയറിപ്പോകാനായിട്ട് അവിടെ പ്രയാസമൊന്നുമില്ല. അരുണയുടെ ആ മുറിയിലേക്ക് ഇങ്ങനെ ഓടി ചെല്ലുന്നുണ്ട്. അന്നേരം മൂർത്തി ബില്ലടയ്ക്കാനായിട്ട് വരികയാണ്. അന്നേരം നീ എന്താ ഇവിടെ എന്നിങ്ങനെ അരുണ ചോദിക്കുമ്പോൾ അത് മോളുടെ കാര്യം ആലോചിച്ചിട്ട് എനിക്ക് ഒരു സ്വസ്ഥതയും കിട്ടിയില്ല, അതുകൊണ്ട് ഇങ്ങോട്ടത്തേക്ക് വന്നതാണ്, പിന്നെ സാറും പറഞ്ഞു പൊയ്ക്കോളാം എന്നുള്ളത് വാസുദേവനെ കുറിച്ചാണ് പറയുന്നത്. അന്നേരം ഞാൻ മോളെ ഒന്ന് എടുക്കട്ടെ എന്നിങ്ങനെ പറഞ്ഞ് എടുക്കാൻ പോവുകയാണ്. അന്നേരം ഉറങ്ങുന്ന കുഞ്ഞിനെയാണോ എടുക്കുന്നതെന്ന് പറഞ്ഞ് അരുണ വിലക്കുന്നുണ്ട്. അന്നേരം എടുക്കുന്നില്ല. മൂർത്തിയുടെ ബില്ലടച്ച് പറയുന്നുണ്ട്. പക്ഷേ ശാരികയാണെങ്കിൽ ഇങ്ങനെ ആകെ വിഷമത്തിൽ കുഞ്ഞിനെ തന്നെ നോക്കുകയാണ്. എന്നാൽ ആ ഒരു പാല് കൊടുക്കുന്ന ആ ഒരു സ്നേഹം, അമ്മയുടെ സ്നേഹമൊക്കെ തന്നെയാണ് പിന്നെ ശാരികയോടെ കാണിക്കുന്നത്. ഈ രാത്രികളിലൊക്കെ ഈ കുഞ്ഞിങ്ങനെ കരയുമ്പോൾ കുഞ്ഞിനെ പാല് കൊടുത്താണ് ശാരികയാണെങ്കിൽ ഉറക്കുന്നത്. പക്ഷേ അത് അവരുടെ വീട്ടിൽ വേറെ ആർക്കും അറിയില്ല. ഇതേ സമയത്താണെങ്കിൽ അവർ രാഘവൻ നായരും പിള്ളയും ശ്യാമയൊക്കെ വെളിയിലേക്ക് ഇറങ്ങുന്നുണ്ട് പോകാനായിട്ട്. ഓട്ടോയും വരുന്നുണ്ട്. അന്നേരം രാഘവൻ നായർ പറയുകയാണ്, ശ്യാമയെ പറയാതിരിക്കാനായിട്ട് വയ്യ, ശാലിനിയോട് പറഞ്ഞത് കുറച്ച് കൂടിപ്പോയി എന്ന് പറയുകയാണ്. അന്നേരം എൻ്റെ ചേച്ചിയും കുഞ്ഞിനെയും കണ്ടുപിടിക്കേണ്ടത് എൻ്റെ ആവശ്യമാണ്, സത്യാഗ്രഹം ഇരിക്കുമെന്ന് പറഞ്ഞാൽ ഞാൻ ഇരിക്കും എന്നിങ്ങനെ ശ്യാമ പറയുകയാണ്. അന്നേരം രാഘവൻ നായർ അങ്ങോട്ട് കടി തുള്ളുന്നുണ്ട്. അന്നേരം പിള്ള പറയുകയാണ്, സാറേ ബാക്കി പറയാനുള്ളതൊക്കെ നമുക്ക് വീട്ടിൽ പോയി പറയാം, കയറി എന്നിങ്ങനെ പറയുമ്പോൾ രാഘവൻ നായർ അങ്ങ് ഓട്ടോയിൽ കയറുന്നുണ്ട്. അവരെല്ലാവരും കൂടി തിരിച്ചു പോവുകയാണ്. അതിനുശേഷം കുഞ്ഞിനെയും കൊണ്ട് അരുണയും മൂർത്തിയും ശാരിയും കൂടി ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഈ ഓട്ടോക്കാർ ഓടിക്കൊണ്ട് വരുന്നുണ്ട്. അതെ നിന്നേന്ന് പറയുകയാണ്. അന്നേരം ശാരി ഇങ്ങനെ പേടിച്ച് നോക്കുകയാണ്. എൻ്റെ ഓട്ടോ കാശ് ഇങ്ങോട്ട് തന്നേന്ന് പറയുകയാണ്. വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് ഞാൻ എവിടെയൊക്കെ നോക്കി എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം മൂർത്തിക്കും അരുണയ്ക്കും കാര്യം മനസ്സിലാവുന്നില്ല. മൂർത്തി ചോദിക്കുന്നത് എന്താ കാര്യം? അന്നേരം എൻ്റെ ഓട്ടോയിലാണ് വന്നത്, വെയിറ്റിംഗ് ചാർജ് ഉൾപ്പെടെ 250 രൂപ തരണമെന്ന് പറയുകയാണ്. അന്നേരം ഞാൻ തരാമെന്ന് പറഞ്ഞിട്ട് മൂർത്തിയാണെങ്കിൽ കാശ് കൊടുക്കുന്നുണ്ട്. എന്തായാലും ഭാഗ്യം കിട്ടിയല്ലോ എന്നും പറഞ്ഞു ഓട്ടോക്കാരൻ കാശുമായിട്ട് പോവുകയാണ്. അന്നേരം അരുണ ഇങ്ങനെ മൂർത്തി നോക്കുമ്പോൾ അരുണയല്ല ശാരികയെ നോക്കുമ്പോൾ ശാരിക പറയുന്നുണ്ട്, അത് മോൾക്ക് വയ്യാത്ത ആ ഒരു വെപ്രാളത്തിൽ പെട്ടെന്ന് ഇങ്ങനെ പറയുമ്പോൾ ഒന്നും പറയണ്ട വന്നേന്ന് പറഞ്ഞിട്ട് ശാരികയും കൂട്ടിക്കൊണ്ട് അവരെല്ലാവരും തിരിച്ചു പോകുന്നുണ്ട്. അതിനുശേഷം ശാലിനിയാണെങ്കിൽ ഇങ്ങനെ കാറിൽ പോകുമ്പോൾ രാമേട്ടനോട് പറയുന്നുണ്ട്, ഏതെങ്കിലും ഒരു സൂപ്പർ മാർക്കറ്റിൽ നിൽക്കണേ സാധനങ്ങൾ വാങ്ങാനുണ്ട് എന്ന്. അന്നേരം ഇങ്ങനെ ഒരു വണ്ടിയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ ഒരു ടൈമിൽ ഈ ശാലിനിക്കാണെങ്കിൽ ഒരു അപകടം, ഒരു കെണിയുമായിട്ട് അവിടെ ജോണും ആ ഒരു മാത്തച്ഛനും കൂടി ഒരു സ്ഥലത്ത് ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. അത് അവർ ജോണിൻ്റെ അടുത്ത് മാത്തച്ഛനെ പരിചയപ്പെടുത്തിയ ഒരാളുണ്ടല്ലോ, അയാളാണെങ്കിൽ വഴിയിൽ ശാലിനിയുടെ വണ്ടി വരുന്ന നോക്കി നിൽക്കുന്നുണ്ട്. അതിന് അപ്പുറത്തായിട്ട് ഒരാളിങ്ങനെ ആക്സിഡൻ്റ് എന്ന പോലെ കിടത്തിയിരിക്കുകയാണ്. ഒരു ബൈക്ക് ചാരി മറിഞ്ഞിട്ടിട്ടുണ്ട്.
അയാൾ ഇങ്ങനെ വീണ് കിടക്കുന്നു, ചോരയൊക്കെ ഒലിപ്പിച്ചെന്ന പോലെ. അതൊക്കെ മേക്കപ്പാണ്. അങ്ങനെയിട്ട് കണ്ടാൽ ആക്സിഡൻ്റ് എന്ന് തോന്നും. അങ്ങനെ ഇട്ടിരിക്കുകയാണ്. അതിൻ്റെ തൊട്ട് പുറമായിട്ട് തന്നെ ഈ ജോണും ഈ മാത്തച്ഛനും കൂടെ ഒളിച്ച് നിൽക്കുന്നുണ്ട്. അന്നേരം കളക്ടർ ഇപ്പോൾ വരുമല്ലോ, അന്നേരം അവനെ സതീശനെ പേര് അങ്ങനെ എന്തോ പറയുന്നുണ്ട്, വഴിയിൽ നിർത്തിയിട്ടുണ്ടല്ലോ. ഉടനെ കളക്ടറുടെ വണ്ടി പോകുമ്പോൾ അയാൾ ജോണിനോട് വിളിച്ച് പറയുന്നുണ്ട് കളക്ടറുടെ വണ്ടി പോയിട്ടുണ്ട്, 5 മിനിറ്റിൽ എത്തുമോ. അന്നേരം ഇപ്പം എത്തുമെന്ന് ഇങ്ങനെ പറഞ്ഞ് അവരിങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ശാലിനിയുടെ വണ്ടി ഇങ്ങനെ വരുന്നുണ്ട്. അന്നേരം റോഡിൽ അയാൾ വണ്ടി ഇടിച്ച് കിടക്കുന്ന പോലെ ഒരു ആക്സിഡൻറ്റ് സീൻ. അന്നേരം രാമേട്ടൻ പറയുന്നുണ്ട് ആക്സിഡൻ്റ് ആണെന്ന് തോന്നുന്നു എന്ന് പറയുകയാണ്. അന്നേരം തുടർന്നൊരു വണ്ടി നിർത്തുന്നുണ്ട്. എന്നിട്ട് അവർ നോക്കുന്നുണ്ട്, എല്ലായിടത്തും നോക്കുമ്പോൾ ആരെയും കാണുന്നില്ല. അന്നേരം ഇയാളിങ്ങനെ കിടക്കുകയാണ്. അന്നേരം ശ്വാസം ഉണ്ടോ എന്ന് ഇങ്ങനെ രാമേട്ടൻ കൈവച്ച് നോക്കിയിട്ട് ജീവനുണ്ട് എന്ന് പറയുകയാണ്. അന്നേരം നമുക്ക് ഹോസ്പിറ്റലിൽ എത്തിക്കാം, അടുത്തെങ്ങും ആരെയും കാണാനില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് രാമേട്ട പിടിക്കുക എന്ന് പറഞ്ഞ് ഇങ്ങനെ പിടിക്കാനായിട്ട് വരുമ്പോൾ ഒരു ഗുണ്ട തന്നെയാണ് ഒരാളിങ്ങനെ വരുന്നുണ്ട്. എന്ത് ചെയ്യാൻ പോവുകയാണെന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം ആക്സിഡൻ്റാണ്, ഹോസ്പിറ്റലിൽ എത്തിക്കാമെന്ന് പറയുമ്പോൾ എങ്ങ് ഹോസ്പിറ്റലിലൊന്നും കൊണ്ടുപോകണ്ട, ചാവാൻ വേണ്ടി തന്നെയാണ് വണ്ടി ഇടിപ്പിച്ചത്, അവൻ ഇവിടെ കിടന്ന് ചാവും എന്ന് പറയുമ്പോൾ ശാലിനി ചോദിക്കണം നിങ്ങളാണോ വണ്ടി ഇടിപ്പിച്ചതെന്ന്. അന്നേരം അതേ എന്ന് പറയുന്നുണ്ട്. അന്നേരം ഞാൻ ആരാണെന്ന് നിങ്ങൾ ഇവിടെ നിന്ന് കൊണ്ടുപോകുമെന്ന് പറയുമ്പോൾ ആരും കൊണ്ടുപോകില്ല എന്നിങ്ങനെ അയാൾ പറയുന്നുണ്ട്. ഇതൊക്കെ ജോണും മാത്തച്ഛനും കൂടെ തൊട്ട് പറയുന്നതെല്ലാം കണ്ട് രസിക്കുകയാണ്. അന്നേരം ആണെങ്കിൽ ശാലിനി പറയുന്നുണ്ട് ഞാൻ ആരാണെന്ന് അറിയാമോ. അന്നേരം നീ ആരായാലും എനിക്ക് എന്താടി എന്നിങ്ങനെ പറയുന്നുണ്ട്. തുടർന്ന് വേറെയും കുറേ പേരൊക്കെ ഇങ്ങനെ ചുറ്റും കൂടുകയാണ്. അന്നേരം ആണെങ്കിൽ ശാലിനി പറയുന്നുണ്ട് പിടിക്ക് രാമേട്ടാന്ന് പറയുകയാണ്. അന്നേരം രാമേട്ടനെ ശാലിനി കൂടെ പിടിക്കാനായിട്ട് വരുമ്പോൾ ഇയാളങ്ങ് കണ്ണ് തുറക്കുകയാണ്. എന്നിട്ടില്ല ഒരു കാലെടുത്ത് മറ്റേ കാലിൻ്റെ മുകളിൽ വെച്ച് ഇങ്ങനെ നോക്കുകയാണ്, ചിരിക്കുകയാണ്. എന്നിട്ട് ഹോസ്പിറ്റലിലേക്ക് വരണമെന്നൊക്കെ ഉണ്ട്, പക്ഷേ ഹോസ്പിറ്റലിലേക്ക് എങ്ങനെ വരിക, മടുത്തു എന്ന് പറയുകയാണ്. അന്നേരം നിങ്ങൾ കരുതിക്കൂട്ടി തന്നെയാണല്ലേ നിന്നെ ശാലിനി എല്ലാവരെയും കണ്ടിട്ട് ചോദിക്കുന്നുണ്ട്. അന്നേരം അതെ നിനക്കിട്ട് വെച്ച പണി തന്നെയാണ് എന്നിങ്ങനെ പറഞ്ഞിട്ട് ഒരാളങ്ങ് രാമേട്ടനെ പിടിക്കുന്നുണ്ട്. അന്നേരം എന്നിട്ട് ശാലിനി അടിക്കാനായിട്ട് വരുമ്പോൾ ശാലിനി പക്ഷേ നല്ല രീതിക്ക് കൊടുക്കുകയാണ്. അന്നേരം പഴയ ശാലിനിയുടെ സ്റ്റണ്ട് സീനാണ് കാണിക്കുന്നത്. അന്നേരം കളക്ടർ ആൾ കൊള്ളാമല്ലോ എന്നിങ്ങനെ ഇത് നമ്മൾ വിചാരിച്ച പോലെ അല്ല എന്നിങ്ങനെ മാത്തച്ഛൻ പറയുകയാണ്. അന്നേരം ഇതെന്താ കരാട്ടയാണോ കുംഫാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ശാലിനി നന്നായിട്ട് എല്ലാവരെയും പെരുമാറുകയാണ്, നല്ല രീതിക്ക് കൊടുക്കുന്നുണ്ട്. അന്നേരം ഇവൾ നമ്മൾ വിചാരിച്ച പോലെ അല്ലല്ലോ എന്നിങ്ങനെ മാത്തച്ഛൻ പറയുകയാണ്. അന്നേരം അവളുടെ ഈ ചങ്കുറപ്പാണ് ആദ്യം തല്ലി കെടുത്തേണ്ടത്, എന്നാലും നമുക്ക് ജയിക്കാനായിട്ട് പറ്റൂ, പക്ഷെ നമ്മളെ പിള്ളേരും പണി കൊടുക്കുന്നുണ്ടെന്നൊക്കെ ഇടയ്ക്ക് പറയുന്നുണ്ട്. പക്ഷേ എല്ലാവരെയും നന്നായിട്ട് ശാലിനി നല്ലൊരു ഫൈറ്റ് സീൻ അവിടെ കാണിക്കുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ രാമേട്ടനെ ഒരാൾ പെട്ടെന്ന് പിടിക്കുമ്പോൾ രാമേട്ടൻ തറയിലേക്ക് വീഴുന്നുണ്ട്, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അതിനുശേഷം ഒരാളെ ഇങ്ങനെ ശാലിനി നന്നായിട്ട് തല്ലിക്കൊണ്ട് നിൽക്കുമ്പോൾ വേറെ ഒരാളാണ് ഇങ്ങനെ കമ്പെടുത്തുകൊണ്ട് വന്ന് ശാലിനിയുടെ കൈ നോക്കി അടിക്കുന്നുണ്ട്. അതിൽ പെട്ടെന്നുള്ള ഓർക്കാപ്പുറത്തിൽ ശാലിനി ഒന്ന് പതറുകയാണ്. എന്നിട്ട് ശാലിനിയുടെ പുറത്തും വയറ്റിലും ഒക്കെ എങ്ങോട്ട് അടിക്കുകയാണ്. അടി കൊണ്ട് ശാലിനി ആണെങ്കിൽ അങ്ങ് താഴെ വീഴുന്നുണ്ട്. എന്നിട്ട് ഇത്രയേ ഉള്ളൂടി നിൻ്റെ കാര്യം എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം ഇത് കാണുമ്പോൾ മാത്തച്ഛനും ജോണിനും ഒക്കെ ആകെ സന്തോഷമാവുന്നുണ്ട്. നമുക്ക് കുറച്ചുകൂടി മുന്നോട്ടൊന്ന് ലൈവായിട്ട് കാണാമെന്നൊക്കെ പറഞ്ഞ് മുന്നോട്ടൊക്കെ വന്ന് നിൽക്കുകയാണ്. എന്നിട്ട് അയാളാണെങ്കിൽ കമ്പ് മറ്റൊരാളിൻ്റെ അടിച്ച കമ്പുണ്ട് മറ്റൊരാളിൻ്റെ കയ്യിലേക്ക് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശാലിനി അടിക്കാനായിട്ട് ഇങ്ങനെ ഓങ്ങുകയാണ്. രാമേട്ടനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, ശാലിനിക്ക് കിടന്നിടത്ത് നിന്ന് എണീക്കാനും സാധിക്കുന്നില്ല. ഈ ഒരു സീനാണ് കാണിക്കുന്നത്. പക്ഷേ ഈ ഒരു ശാലിനിയൊക്കെ ആ വണ്ടിയിൽ വന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു ടൈമിൽ ശിവനും കമലിനും കൂടി ബുള്ളറ്റിൽ വരുന്ന ഒരു സീനും കാണിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇത്രേ കാണിക്കുന്നുള്ളൂ. അപ്പോൾ അവിടെ ശാലിനിയെ അടിക്കാനായിട്ട് കമ്പിങ്ങനെ ഓങ്ങി നിൽക്കുകയാണ്. പക്ഷേ ആ അടി ശാലിനിക്ക് കൊള്ളില്ല. അങ്ങനെയാണ് അടുത്ത സീനിൽ അങ്ങനെയാണെന്ന് തോന്നുന്നു. അടുത്ത എപ്പിസോഡിൽ ശിവൻ അത് വന്ന് തടുക്കുകയാണ് ചെയ്യുന്നത്. ശിവൻ രക്ഷിച്ചുകൊണ്ട് പോകും, നന്നായിട്ട് മറ്റവന്മാർക്കിട്ട് കൊടുക്കുകയും ചെയ്യും. ജോണിനും മാത്തച്ഛനും കൂടി കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് ആണ് അറിയേണ്ടത്. പിന്നീട് ശാലിനി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകായിരിക്കും. എന്തായാലും പക്ഷേ അവർ വിചാരിച്ച പോലെ ചിലപ്പോൾ കാര്യം നടക്കും. 2-3 ദിവസത്തേക്ക് ശാലിനി ചിലപ്പോൾ ലീവ് എടുക്കാനായിട്ട് വയ്യാത്തത് കൊണ്ട് പോകില്ലായിരിക്കും. ഇനി ശാലിനിയെ അപ്പോൾ പരിചരിക്കുന്നത് ശിവനാണോ, ഇനി അങ്ങനെ എന്തെങ്കിലുമൊക്കെ സന്ദർഭങ്ങൾ കാട്ടിക്കൂട്ടുമോ എന്നൊക്കെയാണ്. ഓക്കെ, നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു.